ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ദ കൊമിക് റീൽ. മാർവൽ സ്റ്റുഡിയോസ് ഇപ്പോഴത്തെ ഫാൻറ്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് മൂവിയുടെ പുതിയ ഫുട്ടേജ് റിലീസ് ചെയ്തിട്ടുണ്ട്. പബ്ലിക്കായിട്ട് ട്രെയിലർ കണ്ടത് പ്രൈവറ്റായിട്ട് മെക്സിക്കോയിലെ CCXP പാനലിൽ ഫാൻസിന് മാത്രം കാണിച്ച സീനാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഈ സീൻസ് എല്ലാം ഒരിക്കൽ ലീക്ഡായി വന്ന പ്ലോട്ട് ലീക്കിന് കൺഫേം ചെയ്യുന്നത് പോലെയാണ്. CCXPയിൽ കാണിച്ച സീൻ ഫാൻറ്റാസ്റ്റിക് ഫോർ സ്പേസിലാണ്. അവരുടെ സ്പേസ്ഷിപ്പിന് പുറകെ സിൽവർ സർഫറുണ്ട്. അതിനെ സ്യൂസ്റ്റോമിൻ്റെ ഡെലിവറി നടക്കുകയാണ്. റീഡ് റിച്ചാർഡ്സിൻ്റെയും സ്യൂസ്റ്റോമിൻ്റെയും ബേബി ബോയ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ജനിക്കുന്നു. സിൽവർ സർഫർ ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. ബട്ട് ജോണി സ്റ്റോം കാനൻസിൽ കയറി ഫയർ ചെയ്യുന്നു. ബെൻ പൈലറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റിൽ റീഡ് ബെന്നിനോട് പറയുന്നത് ഫ്ലൈ ഇൻ ടു ദ ബ്ലാക്ക് ഹോൾ. റിസ്കി ആണെങ്കിലും ബെൻ ട്രസ്റ്റ് ചെയ്യുന്നു. സീൻ ബ്ലാക്ക് ഹോളിലേക്ക് കയറി എൻഡ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് റീഡ്, സ്യൂ, ബേബി ഫ്രാങ്ക്ലിൻ ഒരുമിച്ചാണ് ബെഡിലിരിക്കുന്നത്. മീനിങ് ബ്ലാക്ക് ഹോൾ ജമ്പ് സേഫ് ആയത്. ഈ സീൻ സപ്പോർട്ട് ചെയ്യുന്നത് മാസങ്ങൾക്ക് മുൻപുള്ള പ്ലോട്ട് ലീക്കിനെയാണ്. സ്യൂസ്റ്റോമിൻ്റെ ഡെലിവറി സ്പേസിൽ നടക്കുമെന്നും ഫ്രാങ്ക്ലിന് ജെനറ്റിക് അനോമലി ഉണ്ടെന്നും അതുപോലെ മോളിക്കുലർ മാനിപ്പുലേഷൻ ലെവൽ പവേഴ്സ് ഉണ്ടെന്നും ജസ്റ്റ് ലൈക്ക് ഇൻ ദ കൊമിക്സ്. പിന്നെ ഗലാക്ടസിൻ്റെ ഡിമാൻഡ് ലീക്കിൽ പറയുന്നത് ഗലാക്ടസ് എർത്ത് സ്പെയർ ചെയ്യും ഇഫ് അവർ ഫ്രാങ്ക്ലിനെ കൊടുക്കുവാണെങ്കിൽ. ഫാൻറ്റാസ്റ്റിക് ഫോർ ഇത് റെഫ്യൂസ് ചെയ്യുന്നു. പബ്ലിക് അവരെ ഒപ്പോസ് ചെയ്യുന്നു. ബാക്സ് ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യുന്നത് ലീക്കായ കോൺസെപ്റ്റ് ആർട്ടിൽ കാണാമായിരുന്നു. ലാസ്റ്റിൽ സിൽവർ സർഫറിൻ്റെ ഹെൽപ്പോട് കൂടി അവർ ഗലാക്ടസിനെ ഡിഫീറ്റ് ചെയ്യുന്നു. ബ്ലാക്ക് ഹോൾ തിയറി അനന്തർ ലീക്കിൽ പറയുന്നത് റീഡ് ബ്ലാക്ക് ഹോളിലേക്ക് പോയത് അതൊരു അനന്തർ യൂണിവേഴ്സിലേക്കുള്ള ഗേറ്റ് വേ ആയതുകൊണ്ടാണ്. ഫാൻറ്റാസ്റ്റിക് ഫോർ ഒറിജിനലി അനന്തർ യൂണിവേഴ്സിൽ നിന്നാണ് വന്നത്. ഈ തിയറി മാച്ച് ചെയ്യുന്നത് തണ്ടർബോൾട്ട്സ് മൂവിയിലുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീനൊപ്പം. അതൊരു പോർട്ടൽ അവരുടെ ഷിപ്പ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സീൻ. പിന്നെ ഡിസ്ട്രോയ്ഡ് എർത്ത് സീൻ ട്രെയിലറിൽ കാണുന്ന ഷോട്ട് അവരുടെ ഷിപ്പ് എർത്തിലേക്ക് തിരിച്ചു വരുന്നു. ബട്ട് എർത്ത് ഓൾറെഡി ഡിസ്ട്രോയിഡ് ആണെന്ന് കാണാം. പക്ഷേ അതൊരു ഓൾട്ടർനേറ്റ് എർത്ത് ആയിരിക്കാം. മെയിൻ എർത്ത് 616 അല്ലായിരിക്കാം. ഈ സീൻ അണ്ടർലൈൻ ചെയ്യുന്നു മൂവി മൾട്ടിവേഴ്സ് ആംഗിൾ ആണെന്ന്. ദെൻ ഡോക്ടർ ഡൂം ഇല്ലെന്ന് പറഞ്ഞാൽ ഫാൻ സ്റ്റിൽ ഹോപ്പ്ഫുൾ ആണ്. നോവേ ഹോം ഓർമ്മയുണ്ടല്ലോ, ആൻഡ്രൂ ഗാർഫീൽഡ്, ടോബി ഇവരൊന്നും ഇല്ലെന്ന് തന്നെയാണ് റിലീസ് വരെ പറഞ്ഞത്. ഡൂമിൻ്റെ എൻട്രിക്കുള്ള പെർഫെക്റ്റ് മൂവിയാണിത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ മൂവി ഫുൾ കോസ്റ്റ്യൂം ക്രെഡ് ആകുമെന്ന് ഉറപ്പാണ്. ഫാമിലി, സ്പേസ്, മൾട്ടിവേഴ്സ്, ഗലാക്ടസ് ലെവൽ ത്രെഡ്, മാർവൽ അങ്ങനെ മാസി സ്റ്റോറിലൈനൊപ്പം റിട്ടേൺ ചെയ്യുന്നു. സോ ഈ പുതിയ അപ്ഡേറ്റ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.